നമ്മുടെ അഡ്രസ്സിനൊപ്പമുള്ള പിൻകോഡുകൾക്ക് പുതിയ മുഖം നൽകാനായിട്ട് ഭാരതീയ തപാൽ വകുപ്പ് പുതിയ ഡിജി പിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ ഡിജി പിൻ എങ്ങനെ എടുക്കാമെന്ന് അറിയുവാനും ഈ വീഡിയോ കാണുക. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. നമ്മുടെയൊക്കെ അഡ്രസ്സിനൊപ്പമുള്ള പിൻകോഡിന് ഇനി പുതിയ മുഖം. നമ്മുടെ തപാൽ വകുപ്പ് പുതിയൊരു ഡിജി പിൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെയോ സ്ഥാപനത്തിന്റെയോ കൃത്യമായ ലൊക്കേഷൻ പ്രതിനിധീകരിക്കുന്നതാണ് ഡിജി പിൻ. പിൻകോഡിൽ എങ്ങനെയാ നമ്മുടെ ഏരിയയിലുള്ള കുറേ വീടുകൾ പെടും അല്ലേ? എന്നാൽ ഡിജി പിന്നിൽ കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും. ദേശീയ അടിസ്ഥാനത്തിലുള്ള അഡ്രസ് കോഡാണ് ഡിജി പിൻ. അക്ഷരങ്ങളും അക്കങ്ങളും അടങ്ങിയ 10 അക്കമുള്ള കൃത്യതയുള്ള വിലാസമാണിത്. ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളെയും സാങ്കേതികമായി 4 മീറ്റർ നീളവും വീതിയുമുള്ള ചതുരങ്ങളാക്കി നിർവഹിച്ച ശേഷം ഓരോ ചതുരത്തിനും ഓരോ പേര് കൊടുത്തിരിക്കുന്നു. ഈ പേരാണ് 10 അക്കമുള്ള ഡിജി പിൻ എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത രാജ്യത്തെല്ലാവിടെയും ഇത് ലഭിക്കും എന്നുള്ളതാണ്. ഡിജി പിൻ QR കോഡ് വഴി സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ നാവിഗേറ്റിംഗ് സാധ്യമാകും. ഇത് വിപണന സാധ്യതകൾക്ക് കൂടുതൽ മാനം വരും. ഹോം ഡെലിവറികൾക്ക് കൂടുതൽ വേഗതയും കൃത്യതയും ലഭിക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായ ലൊക്കേഷൻ രേഖപ്പെടുത്തുന്നതിനാൽ ലക്ഷ്യസ്ഥാനത്ത് എളുപ്പത്തിലെത്താൻ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ കത്തും മറ്റ് ഇടപാടുകളും കൃത്യമായി മേൽവിലാസത്തിലെത്താൻ ഡിജി പിൻ സഹായിക്കുന്നു. വ്യക്തിവിവരങ്ങൾ നൽകേണ്ടാത്തതിനാൽ ഡാറ്റ മോഷണ സാധ്യതയും കുറവാണ്. ഇതുകൊണ്ട് പഴയകാല പിൻകോഡുകൾ ഒഴിവാക്കേണ്ട കാര്യവുമില്ല. പുതിയൊരു രീതി അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മുടെ ഡിജി പിൻ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ സെർച്ച് ബാറിൽ നോ യുവർ ഡിജി പിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈറ്റ് വരില്ലേ? dac.indiapost.gov.in, അതാണ് സൈറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇങ്ങനെ താഴെ ഡിജി പിൻ കാണാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ ഓൺ അല്ലെങ്കിൽ അവിടെ ലൊക്കേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി പറയും. ഓൺ ചെയ്ത് കൊടുത്താൽ ഡിജി പിൻ കാണാം. ഇനി മുകളിൽ കാണുന്നത് കണ്ടോ? അതിൽ ഒരു ഏരിയയുടെ ലൊക്കേഷൻ അറിയാമെങ്കിൽ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡിജി പിൻ വരും. അതുപോലെ ഡിജി പിൻ അറിയും, അതവിടെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലൊക്കേഷൻ അറിയാനും പറ്റും. ഇത് പ്രകാരം നിങ്ങളുടെ ഡിജി പിൻ എടുത്തിട്ട് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കൂ. പല കാര്യങ്ങളും ഇങ്ങനെ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതെല്ലാം മനസ്സിലാക്കി വെക്കുകയെങ്കിലും ചെയ്യുക. ടെക്നോളജി പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോകണ്ടേ? ഇത് വന്നു പറഞ്ഞിട്ട് പഴയ പിൻകോഡുകൾക്ക് ഒരു മാറ്റവും വരില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.